സ്ഥാനത്തെ കൊണ്ട് നിർത്തിക്കൊണ്ട് എന്താണ് നാടകീയമായ പല രംഗങ്ങളും മുഹൂർത്തങ്ങളും ഈ നാട്ടിൽ അരങ്ങേറുന്നു. അംബേദ്കർ പറഞ്ഞത് എന്താണ്? ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമേ ഈ സനാതന സർപ്പത്തെ തകർക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളത് അംബേദ്കർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളാണ്, കർഷക തൊഴിലാളികളാണ്. ഈ രാജ്യത്ത് അംബേദ്കറുടെ പാരമ്പര്യത്തിന്റെ പിന്തലമുറക്കാരായി അയ്യങ്കാളിയുടെ പ്രക്ഷോഭത്തിന്റെയും അയ്യങ്കാളിയുടെ ഉഷരന്മാരായ അയ്യങ്കാളിയുടെ പിന്തലമുറക്കാരായി കേരളത്തിന്റെ തെരുവിൽ തമ്പ്രാമ്പലി അവസാനിപ്പിക്കുകയും ഈ നാട്ടിൽ ജോലി ചെയ്താൽ കൂലി കിട്ടണം, നിവർന്നു നിൽക്കാൻ, തലയിൽ മുണ്ടുകെട്ടാൻ പഠിപ്പിച്ചത്, മാറുമറയ്ക്കാൻ, ചെരുപ്പിടാൻ, ക്ഷേത്രത്തിൽ കയറാൻ, ആരാധന നടത്താൻ, സ്കൂളിൽ പോകാൻ അവകാശം ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ നിങ്ങൾക്കറിയാം സാമൂഹ്യ പരിഷ്കർത്താക്കളെ പിന്തുടർന്നു വന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവുമാണ്. ആ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയാണ് ഈ കേരളം ഇത്രമാത്രം ഉയർന്നു വന്നിട്ടുള്ളത്. അവിടെയാണ് കോൺഗ്രസ് ഇന്ന് കൃത്യമായി പട്ടികജാതിക്കാരെ 2-3 കഷ്ണങ്ങളാക്കി സ്ഥാനാർത്ഥിയുടെ ജാതിയെ പ്രത്യേകമായി പറഞ്ഞു പരത്തി വലുതാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന് കനത്ത വില ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭാവിയിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അംബേദ്കർ അനുസ്മരണ ദിനത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെന്താണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം, കർഷക തൊഴിലാളി മേഖലയിൽ സമരങ്ങളോട് വിലക്ക് തോന്നിക്കുന്നു. അംബേദ്കർ പറഞ്ഞെന്താ? പഠിക്കുക, പോരാടുക, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. പഠിക്കുക, പോരാടുക, പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. ബൈബിളിലെ ഒരു വാക്കാണ് പ്രത്യാശ എന്നുള്ളത്. അങ്ങനെ പഠിക്കുകയും പോരാടുകയും പ്രത്യാശയോടെ മുന്നോട്ട് പോകുകയും പ്രതിസന്ധികളെ മുറിച്ചു കിടക്കുകയും ചെയ്യുന്നതെങ്കിൽ മാത്രമേ ചരിത്രത്തോടും വരാൻ പോകുന്ന തലമുറയോടുമുള്ള നമ്മുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന് ദീർഘദർശിയായ ഡോക്ടർ അംബേദ്കർ കൃത്യമായി പഠിച്ച് വിലയിരുത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കർഷക തൊഴിലാളി മേഖലയിൽ ഇന്ന് പട്ടിണിയില്ല. റേഷൻ കടകളെ മാത്രമല്ല ഇന്ന് ആശ്രയിക്കുന്നത്. റേഷൻ കടകളിൽ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ചിങ്ങത്തിലും അതോടൊപ്പം തന്നെ മകരത്തിലെയും കൊയ്ത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നെല്ലുകൾ ശേഖരിച്ചു വെച്ച് ഉണക്കിക്കുത്തി ഉണ്ടാക്കുന്ന അരിയും പൊടിയരിയുമാണ് ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. പിന്നീട് ബാക്കി കാലങ്ങളിലെല്ലാം റേഷൻ കടകളിൽ പോയി ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൂടി ശേഖരിച്ച് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണക്കക്കപ്പയും കപ്പയുടെ ഇലയും വാഴമാണവും ചേനയും ചേനത്തണ്ടും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടവും പട്ടിണിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നോടെ. ആ കാലഘട്ടമല്ല ഇപ്പൊ പോയി. ഇപ്പോഴത്തെ പുതിയ തലമുറ